ഹായ് നമസ്കാരം, മല്ലു ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണ് സംഭവം? പുടവ കൊടുക്കലൊക്കെ ആണല്ലോ എന്ന് നിങ്ങളിപ്പോൾ കരുതുന്നില്ലേ? എന്താ സംഭവം എന്ന് പറഞ്ഞു തരാം. ഇവിടെ കുന്നംകുളത്ത് എൻ്റെ അമ്മായിയുടെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ കല്യാണവും കല്യാണ വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പുടവ കൊടുക്കൽ, അതാണ് കേട്ടോ ഈ കാണുന്ന ചടങ്ങ്. അവൾ അതിനിട്ടിട്ടുണ്ടായിരുന്നത് സെറ്റിൻ്റെ ധാവണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെയായിരുന്നു ഹാൽദി ഉണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ ബാർബിക്യൂ നൈറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ബാംഗ്ലൂരാണ്, മാമനും അമ്മായും പിള്ളേരൊക്കെ ബാംഗ്ലൂരാണ്, അവരവിടെ സെറ്റിൽഡാണ്. ഇപ്പോൾ അവൾ കല്യാണത്തിന് വേണ്ടി വന്നേക്കണം. അപ്പോൾ അവളുടെ അച്ഛൻ്റെ വീട് കൊടകരയാണ്, ചെമ്പൂച്ചിറയാണ്. അവിടെയാണ് മാരേജിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുന്നംകുളത്ത് നിന്ന് എല്ലാവരും കൊടകരയിലേക്ക് പോയി. അപ്പോൾ ഹാൽദിയും പുടവ കൊടുക്കലും ഒരു ദിവസമായിരുന്നു, കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പാണ്. ഹാൽദിക്ക് ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെൺകുട്ടിയുടെ പേര് ഐശ്വര്യ, ഞങ്ങൾ ഷിമാനെ വിളിക്കുക. ചെക്കൻ്റെ പേര് ശരത്ത് എന്നാണ്. അപ്പോൾ ഹാൽദിക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരെ വകട്ടി പൊളി ഡാൻസ് ഉണ്ടായിരുന്നു ഹാൽദി നൈറ്റിന്. അപ്പോൾ ഇതാ അവർ ചെക്കനെയും കൂടി അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. ഞങ്ങൾ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തു, അവൾക്ക് കയ്യിലെ സ്വീറ്റ്സൊക്കെ കൊടുത്തു. അടിപൊളി ഡാൻസ് ആയിരുന്നു, രക്ഷ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ കളിച്ചു കേട്ടോ. അതുണ്ട്, അത് വരുമ്പോൾ അത് വഴിയേ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ദാ അവർക്ക് 2 പേർക്കും സ്വീറ്റ്സ് കൊടുത്തു. അതേപോലെ അവളുടെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്തു, മഞ്ഞൾ തേച്ച് കൊടുത്തു. എല്ലാവരും അങ്ങനെ ചെയ്ത് സംഭവം ഉഷാറായിരുന്നു കേട്ടോ. അങ്ങനെ മെഹന്തി ഇടലും സ്വീറ്റ്സ് കൊടുക്കലും മഞ്ഞൾ തേക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഒരു ആർമാദിക്കലായിരുന്നു ഗൈസ്, ഒന്നും പറയണ്ട. എല്ലാവരും കൂടി ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു. അറിയാലോ, നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്ന കാരണം കൊണ്ട് പാട്ടിടാൻ യാതൊരു നടക്കുന്ന കാര്യമല്ല. എനിക്ക് അതൊരു റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്ന കാരണം പാട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ ഡാൻസ് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂ കേട്ടോ. എല്ലാവരും, കല്യാണ ചെക്കനും പെൺകുട്ടിയും കസിൻസും പാപ്പന്മാരും മേമമാരും എല്ലാവരും ഭയങ്കര ഡാൻസായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഹാൽദി നൈറ്റ് ആയിരുന്നു അത്. മെമ്മറബിൾ ഡേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇന്ന് ഓർത്ത് വെക്കാനുള്ള കുറച്ച് നല്ല അടിപൊളി സുന്ദരമായ ദിവസമായിരുന്നു ഞങ്ങൾക്ക്. ഹെൽത്തി വീഡിയോസിൽ നമ്മൾ കുറേ പേരൊന്നും കാണാത്തൊക്കെ ഉണ്ടാവില്ല. അതേ പാപ്പന്മാരും മേമമാരും അമ്മയും ഞാനും സുട്ടും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനൊരു മഞ്ഞ പച്ച കോമ്പിനേഷൻ ഡ്രസ്സായിരുന്നു. അങ്ങനെ ഹാൽദിയും പുടവ കൊടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ആയിരുന്നു കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. താലികെട്ട് ഫംഗ്ഷനൊക്കെ കൊടകര ചെമ്പൂച്ചിറയിൽ തന്നെ ഒരു ഹാളിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ കുന്നംകുളത്ത് നിന്ന് നേരെ ഗുരുവായൂർക്ക് പോയി. അവരൊക്കെ കൊടകരയിൽ നിന്ന് ഗുരുവായൂർക്ക് വന്നു. അങ്ങനെ താലി കെട്ടി കഴിഞ്ഞു. കറക്റ്റ് ടൈമിനൊക്കെ തന്നെ താലി കെട്ടി. പിന്നെ സിന്ദൂരം തൊട്ട് കൊടുക്കലായി, മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടലായി. അത് കഴിഞ്ഞ് വലം വെക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. താലികെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വണ്ടിയിൽ കൊടകരയിലേക്ക് ഹാളിലേക്ക് പോയി. ഹാളിലും അടിപൊളി പരിപാടിയായിരുന്നു. പിള്ളേരെ വക അവർക്കൊരു വാം വെൽക്കം ആയിരുന്നു കേട്ടോ. അതേ അടിപൊളി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. പിള്ളേർ നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷേ ഇന്നത്തെ കല്യാണ ദിവസം നമ്മൾ വേറെ ആരുമില്ല, പിള്ളേർ മാത്രം തന്നെ. അവരത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ഉള്ളതൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. താലം എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ താലം എടുത്ത കാരണം കൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ വീഡിയോസ് ഇതിൻ്റെ ഇടയിൽ നിന്ന് മിസ്സിങ് ഉണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ ഞങ്ങളെല്ലാവരും ഉള്ള വീഡിയോസ് കിട്ടിയിട്ടില്ല, ഞാൻ ഇവരങ്ങനെ എടുക്കുന്ന കാരണേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോട്ടോ വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവളുടെ സാരി എനിക്ക് നല്ല ഇഷ്ടമായി. സാരി അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. അവൾക്ക് നല്ല രസമായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ മേക്കപ്പും അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞു. നല്ല അടിപൊളി സദ്യയായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങളെ കാണണ്ട, ഇതായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ്. ബാക്കിയുള്ളവരൊക്കെ ഇതേ ഇവിടെ ഉണ്ട്. പാപ്പനുണ്ട്, മേമ്മമാർ, വല്യച്ഛൻ, അമ്മ, ഞാൻ എല്ലാവരും ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, കുറേ വീഡിയോസൊന്നും ഞങ്ങളുള്ള ഒരു വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഫോട്ടോ ആഡ് ഓൺ ചെയ്യുന്നത്. ഈ ഫോട്ടോസ് ഒന്നും കംപ്ലീറ്റ് അല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതിൽ കുറച്ച് പേരും കൂടി ആഡ് ഓൺ ആവാനുണ്ട്. എല്ലാവരും അവർ ഞങ്ങൾക്ക് വളരെയധികം മിസ് ചെയ്തൊരു ദിവസമാണ് ഈ ഒരു കല്യാണം. കാരണം ഉണ്ണി, ചക്കര, എൻ്റെ ശ്രീയേട്ടൻ,
അവർ മാത്രമല്ല കേട്ടോ, ഞാൻ എല്ലാവരും പേര് പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവണമെങ്കിൽ അവരും കൂടിയും വേണം. പക്ഷെ എന്താ ചെയ്യുക, അവർ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്താണ്, എല്ലാവരും അബ്രോഡ് ആയതുകൊണ്ട് ഈ ഒരു കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനി നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് ജോലിക്ക് പോകേണ്ട കാര്യം വളരെ ആവശ്യമാണ്. അപ്പോൾ പുറം നാട്ടിലാകുമ്പോൾ ഒരു പ്രത്യേകതയാണ് അത്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവരെ നമുക്ക് കിട്ടാറില്ല അല്ലേ. ഒരുപാട് ഇങ്ങനത്തെ നല്ല മൊമെൻറ്റ്സ് ശരിക്കും മിസ് ചെയ്യുന്നവരാണ് അവരൊക്കെ. പക്ഷേ എത്രയും വേഗം എല്ലാവരും, ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവാൻ എല്ലാവരും വന്ന് ഇതേപോലെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഫങ്ഷൻ ഉണ്ടാവട്ടെ നമുക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലിപ്പോൾ പറ്റുള്ളൂ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, എല്ലാവരും ഒരുപാട് മിസ് ചെയ്തു. അങ്ങനെ ഇനി ഇത് പെൺകുട്ടിയുടെ ഫാമിലി, മാമൻ, അമ്മായി, ഷിമ, ശരത്ത്, അനുഷ. ഇനി നമുക്ക് അടുത്തത് ശരത്തിൻ്റെ ഫാമിലിയാണ് കേട്ടോ. അമ്മ, അച്ഛൻ, ശരത്തിൻ്റെ പെങ്ങളും ഭർത്താവും. പിന്നെ ഇത് പാപ്പന്മാരാണ് കേട്ടോ. എൻ്റെ പാപ്പന്മാർ ഷിമയുടെ മാമന്മാരാണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലി പിക്ക്. അങ്ങനെ കല്യാണത്തിൻ്റെ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞു. ഷീമ ശരത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം അന്ന് തന്നെ വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരുന്നു. 5:30 ആകുമ്പോഴാണ് നമ്മൾ ശരത്തിൻ്റെ അവിടെ, അതായത് ഷിമയുടെ ഹസ്ബൻഡിൻ്റെ അവിടെയുള്ള ഫങ്ഷനായിരുന്നു കേട്ടോ. ഇത് ഓപ്പൺ സ്പേസിലായിരുന്നു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു അവിടുത്തെ. ഒന്നാമത് ഓപ്പൺ സ്പേസ് ആകുമ്പോൾ അതിൻ്റേതായൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓപ്പൺ സ്പേസിലുള്ള ഫങ്ഷൻസ് ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ആ ഒരു ടൈം ചൂടൊന്നും ഇല്ലാതെ നല്ലൊരു സുഖമുള്ളൊരു ടൈമും. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ആംബിയൻസ് സൂപ്പറായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, ഒരു സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു ചെന്ന അപ്പം തന്നെ നമുക്ക്. പിന്നെ സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു. ഇവരുടെ ചെക്കൻ്റെ പെണ്ണിൻ്റെ എൻട്രി അടിപൊളിയായിരുന്നു. 2 പേരുടെ ഡ്രസ്സ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഷിമേൻ്റെ ഡ്രസ്സ് അവളുടെ കസിനാണ് ചെയ്ത് കൊടുത്തത്. അത് അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. കറക്റ്റ് ഫിറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. ശരത്തിനെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. ആ ഡ്രസ്സ് 2 പേർക്കും നല്ല സ്യൂട്ടാവുണ്ടായിരുന്നു. പിന്നെ അവരുടെ എൻട്രി ഭയങ്കര ക്യൂട്ട് ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു. കണ്ടില്ലേ, സൂപ്പറായിരുന്നു. അങ്ങനെ ചെക്കനും പെണ്ണും സ്റ്റേജിൽ കയറി കേക്ക് കട്ടയിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്ന കാരണം ആ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അതിനൊക്കെ മുമ്പെടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണ് കേട്ടോ റിസപ്ഷൻ്റെ ഞാൻ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഫോട്ടോ എടുത്തു അവരെ കൂടെ നിന്നിട്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ഫോട്ടോ എടുത്തതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇത്രയൊക്കെയായിരുന്നു നമ്മളുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ, കല്യാണം ആഘോഷിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ, കല്യാണ വിശേഷങ്ങളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റിസപ്ഷന് ഒരു ഫോട്ടോ എടുപ്പിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്ക് സ്പോട്ടിൽ തന്നെ നമ്മൾ എടുത്ത പിക്ക് നമുക്ക് കിട്ടും കേട്ടോ. അതിന് ഫ്രണ്ടിൽ ഇതവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ പിക്കാണ്. അത് വെച്ചിട്ട് ഒരു കാർഡ് പോലെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുക്കുന്ന പിക്ക് അപ്പം തന്നെ നമുക്ക് ലൈവായിട്ട് ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.